ആ അത് പോട്ടെ. ഞാനിപ്പോ വന്നത് നിന്നോട് വേറൊരു കാര്യം ചോദിക്കാനാ. സത്യം മാത്രം പറയണം. നീ ഈ ഇടയ്ക്ക് കോടതിയിൽ പോയായിരുന്നു. ആർക്കെങ്കിലും വേണ്ടി വാദിക്കാനോ ജാമ്യമെടുക്കാനോ മറ്റോ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സത്യം മാത്രം പറയണം. പോയിരുന്നോ? ഇല്ല, സത്യമായിട്ട് ഞാൻ പോയിട്ടില്ല. ഒരു ശിവദാസനെ നിനക്കറിയോ? അന്ന് അമ്പലത്തിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയ ശിവദാസൻ. എനിക്കറിയില്ല. അയാളെ അന്നാ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കാണുന്നു. ഞാൻ കോടതി പോയിട്ട് കുറെ കാലമായെന്ന് അമ്മയ്ക്ക് അറിയാലോ. പഠിച്ച് നീ LLB എടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചു. കാശ് മുടക്കി നിന്നെ പഠിപ്പിച്ചു, പ്രാക്ടീസിന് വിട്ടു. വക്കീൽ വേഷമണിഞ്ഞ് നീ പോയത് കുറെ അപ്പാവിയായ ആളുകളുടെ അടുത്തേക്കാ. അവരുടെ പ്രശ്നങ്ങൾ കേസാക്കി നിന്റെ കഴിവുകൊണ്ട് ആ കേസിലൊക്കെ വിജയിച്ച് നീ പാവങ്ങളെ രക്ഷിച്ചുകൊണ്ട് നടന്നു. മനസ്താപമാണ്. എന്റെ കണക്ക് പുസ്തകത്തിൽ ഞാൻ എഴുതി വച്ചിട്ടുണ്ട് നിന്നെ പഠിപ്പിക്കാൻ ഞാൻ ചിലവാക്കിയ കാശിന്റെ കണക്ക്. ആ ചിലവായ കാശ് 1 രൂപ പോലും തിരികെ ഈ കുടുംബത്തിലേക്ക് എത്തില്ല എന്ന് മനസ്സിലാക്കിയ ദിവസം നീ ഒരു വാക്ക് തന്നായിരുന്നു. ഓർത്തു നോക്ക്. ഇനി മേലിൽ വക്കീൽ കുപ്പായം നീ എടുത്ത് അണിയരുത്. ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം നിന്റെ പരസഹായം. ഒരു വക്കീല് പൊതുപ്രവർത്തകനായാൽ അത് വലിയ കുഴപ്പോ. എന്റെ മോൻ ഇനി ബാധിക്കണ്ട. ഈ വാക്ക് തെറ്റിച്ച എന്റെ കൈക്ക് മുകളിൽ ഇപ്പൊ വച്ച കൈ ഞാൻ വെട്ടിയെടുക്കും. വക്കീൽ കോട്ട് ഇടില്ലെന്നും കോടതിയിൽ പോകില്ലെന്നും എനിക്ക് തന്ന വാക്ക് നീ തെറ്റിച്ചോ എന്നറിയണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുമായിരുന്നു. പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞു, നീ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യത്തിൽ ഇടപെടുന്നുവെന്ന്. കാര്യം എന്താണെന്ന് അയാൾ പറഞ്ഞില്ല. എനിക്കറിയൂല. അതെന്തായാലും അതങ്ങ് നിർത്തിക്കൊള്ളണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിട്ട് എന്റെ ഇളയ മകൻ അകാലത്തിൽ പൊലിഞ്ഞു പോവരുത്. സ്വന്തം മകനെ ചേച്ചി സംരക്ഷിക്കുവോ അതോ? ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും വലുതാരാണെന്ന് നിനക്കറിയൂ? അത് ഞാൻ തന്നെയാ. എന്നെ എനിക്ക് വലിയ ഇഷ്ടം. എന്റെ സംസാരം, എന്റെ പ്രവൃത്തികൾ, അങ്ങനെ എന്റെ എല്ലാ ഗുണങ്ങളും
ദോഷങ്ങളും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആള് ഈ ഞാൻ തന്നെയാ. അതുകൊണ്ട് തന്നെ എന്റെ സന്തോഷവും സമാധാനവും തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്. അത് തകർക്കുന്നത് ആരായാലും അവരുടെ കഴുത്തിൽ ആദ്യം വെട്ടുന്നത് ഈ രമാദേവി തന്നെയായിരിക്കും. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയി തമ്പുരാനും തമ്പുരാട്ടിക്കും ബലിയിടണമെന്ന് ആഗ്രഹം. അവിടെയായാലും ഇവിടെയായാലും മോള് സൂക്ഷിച്ചു പോണെന്നേ ഉള്ളൂ. എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോവാം. നാട്ടിൽ പോയി പൂജകൾ ചെയ്ത് ബലികർമ്മം നടത്തണമെന്നാവും അവരുടെ ആത്മാക്കളുടെ ആഗ്രഹം. നമ്മുടെ സാഹചര്യവും സന്ദർഭവും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എവിടെയായാലും മതി. എങ്ങനെയൊന്ന് നോക്കട്ടെ അച്ഛാ, അപ്പോഴത്തെ തീരുമാനം പോലെ ചെയ്യാം. ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. നാട്ടിൽ പോയാലും വേറൊന്നും സംഭവിക്കില്ല. അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. മോളെ, അമ്മ സുഖായിരിക്കുന്നോ? പിന്നെ ആശുപത്രി പോയോ? ഇല്ല, ചെക്കപ്പ് ഡേറ്റ് ആവുന്നതേ ഉള്ളൂ. പാവം, അച്ഛന്റെ അവസ്ഥയെക്കുറിച്ചൊന്നും ഞാൻ അറിയിച്ചിട്ടില്ല. ഇപ്പോഴും അച്ഛൻ ഫാം ഹൗസിൽ തന്നെയാണെന്ന വിചാരം. നന്നായി. അവളോട് തൽക്കാലം ഒന്നും പറയണ്ട. വെറുതെ വിഷമിക്കാന്നല്ലാതെ ആ മിണ്ടാപ്രാണിയെ കൊണ്ട് എന്ത് സാധിക്കും? അച്ഛനൊന്നും പുറത്തിറങ്ങിയാൽ എല്ലാത്തിനും ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കാം.